ഞാനിങ്ങനെ വരുമ്പോൾ ഹാഫിദ് ഇബ്നു കഥീറിൻ്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിയിൽ. ഹാരിസ് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, ഒരു വ്യാജൻ, ഉമവിയ്യ ഭരണകാലത്ത് രംഗപ്രവേശം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പരിപാടി അത്ഭുതം പ്രകടിപ്പിക്കലായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് അവിടെ പതിച്ച മാർബിളിന് ഒന്ന് മുട്ടിയാൽ ആ മാർബിൾ ഒന്നടങ്കം ഉറക്കെ തസ്ബീഹ് ചൊല്ലും. ഉറക്കെ ആ മാർബിൾ തസ്ബീഹ് ചൊല്ലുന്നത് എല്ലാവർക്കും കേൾക്കാൻ കഴിയും. അദ്ദേഹത്തെ ആരെങ്കിലും പിടിച്ച് ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ചാൽ അദ്ദേഹം മെല്ലെ ഒന്ന് കൈ അനക്കിയാൽ ചങ്ങല കടകട എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അഴിഞ്ഞങ്ങ് വീടും. അങ്ങനെ ആമം വെച്ചാൽ ആമം നിൽക്കാത്ത വിധത്തിലുള്ള അത്ഭുതം. അതേപോലെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പ്രവചിച്ചാൽ അതങ്ങനെ തന്നെ ആ പ്രവചനം പുലർന്നു കാണും. ഇങ്ങനെ ഒട്ടേറെ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച ഹാരിസ് ഇബ്നു അബ്ദുറഹ്മാൻ ഞാൻ നബിയാണ് എന്ന് വാദിച്ചു. ആ നബിയാണെന്ന വാദം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ച് സംവാദം നടത്തി. അദ്ദേഹം തെളിവിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു, പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ നിന്നൊന്നും മാറിയില്ല. അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി ഒരു വലിയ കുന്തമെടുത്ത് ഒരു കുത്തുകൊടുത്തു. അദ്ദേഹത്തിന്റെ വാരിയെല്ലിന് കുത്തുകൊണ്ടപ്പോൾ ഈ ഇരുമ്പിന്റെ കുന്തം വളഞ്ഞുപോയി. അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. ഇങ്ങനത്തെ വല്ലാത്ത അത്ഭുതമുള്ള മനുഷ്യൻ. ആ സമയത്ത് ഭരണാധികാരി കുത്തിയ മനുഷ്യനോട് പറഞ്ഞു, നീ കുത്തുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്നാ ബിസ്മി ചൊല്ലിയിട്ട് കുത്തടോ. ശൈത്താനാണ്. ആ ശൈത്താൻ അവന്റെ സ്വാധീനമാണ്. ശൈത്താൻ മുഖേനയാണ് ഈ അത്ഭുതങ്ങൾ മുഴുവനും പ്രകടിപ്പിക്കുന്നത്. അതൊന്നും കറാമത്തല്ല, മഅ്ജിസത്തല്ല, മറിച്ച് ശൈത്താനിന്റെ പ്രവർത്തനമാണ്. ശൈത്താനിനെ നേരിടാൻ ഏറ്റവും വലിയ ആയുധമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം. അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ട് ഒരു കാര്യം ചെയ്താൽ ശൈത്താനിന് അവിടെ റൂമിൽ കയറുമ്പോ വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലി കയറിയാൽ നമ്മളെ കൂടെ ശൈത്താനിന് രാപ്പാർക്കാൻ കഴിയില്ല. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ ശൈത്താനിന് പങ്കുചേരാൻ കഴിയില്ല. ബിസ്മി ചൊല്ലി ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ആ കുട്ടിയുടെ ജന്മത്തിൽ ശൈത്താനിന് പങ്കുചേരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശാരിക്കും ഫിൽ അംവാലി വൽ ഔലാദ്, ശൈത്താനിന് പടച്ചവൻ കൊടുത്ത ചില വരങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സമ്പത്തുകളിലും ശരീരങ്ങളിലുമൊക്കെ പങ്കുചേരുക എന്ന്. അത് ബിസ്മി ചൊല്ലിയിട്ട് കുത്തിയാൽ കുന്തം വളയൂല്ല, അവൻ ശരിയായിക്കോളും. അദ്ദേഹം ബിസ്മി ചൊല്ലിയിട്ട് ഒരൊറ്റ കുത്തു കൊടുത്തപ്പോ അത് തുളച്ചു കയറി അവന്റെ അവസാനത്തിന് അത് കാരണമായി. ഞാനിത് പറഞ്ഞു വന്നത്, നമ്മൾ പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ബിസ്മി ആദ്യമായി
ഖുർആനിൽ ഇറങ്ങിയത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടാവായ അല്ലാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഓതുക. ബിസ്മി അത് വലിയ സംഗതിയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അല്ലാഹു തആല പടച്ചത് അലഖിൽ നിന്നാണ്, അഥവാ ഒരു ചെറിയ ഒട്ടിപ്പിടിക്കുന്ന വസ്തു. മനുഷ്യൻ അങ്ങനെയായിരുന്നു. അവന്റെ ആദ്യഘട്ടം നുത്ഫത്ത്, അലഖത്ത്, മുദ്ഗത്ത് എന്നൊക്കെ നമ്മൾ കിതാബുകളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരൊട്ടിപ്പിടിക്കുന്ന വസ്തു, ആ മനുഷ്യനെയാണ് അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുവന്നത്. അല്ലാഹു തആല ആദ്യമായി ഖുർആനിൽ ഇറക്കിയ ആയത്ത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാത്രമാണ് മനുഷ്യ രൂപത്തിൽ തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് അന്ന് 60 മുഴം നീളമുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഖൂലുഹു 60 ദിറാഅൻ. ഈ അടുത്ത് വേറൊരു വ്യാജൻ ഇറങ്ങിയപ്പോ അവൻ വാദിച്ചു അല്ലാഹുവിന് 60 മുഴമാണ് എന്ന് വാദിച്ചു. അതിനവൻ തെളിവുദ്ധരിച്ചത് ഒരു ഹദീസാണ്. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി. ആ ഹദീസിന്റെ അർത്ഥം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചു അലാ സൂറത്തിഹി, ആദം നബിയുടെ രൂപത്തിൽ പടച്ചു എന്നാണ്. ആദം നബിയുടെ രൂപത്തിന്മേൽ പടച്ചു. നമ്മളെ പഠിച്ചതുപോലല്ല. നമ്മളെ പഠിച്ചത് നമ്മളെ ഈ രൂപത്തിൽ അല്ല. നമ്മളെ പടക്കുമ്പോ ആദ്യം വെറും ബീജമായിരുന്നു, പിന്നീട് ഒരൊട്ടിപ്പിടിക്കുന്ന വസ്തുവായിരുന്നു. അങ്ങനെ മാറി മാറി ഘട്ടം ഘട്ടമായിട്ടാണ്. അല്ലാതെ പ്രസവിക്കപ്പെടുമ്പോ നമ്മള് ഇന്നുള്ളത് പോലെയുള്ള ഇതുപോലൊരു ശരീരം ഇല്ല. ആ ശരീരം തന്നെ തുടക്കത്തിൽ ഇല്ല. അത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി വന്നിട്ടാണ് മനുഷ്യനെ സാധാരണ നിലക്ക് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് അങ്ങനെയല്ല. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി. ആദം നബിയെ സൃഷ്ടിച്ചത് ആദം നബിയുടെ രൂപത്തിൽ തന്നെ. തൂലുഹു 60 ദിറാഅൻ, 60 മുഴമുള്ള നിലക്കാണ് എന്നാണ് ഹദീസിന്റെ അർത്ഥം. പക്ഷേ ഇവൻ എന്ത് ചെയ്തു? ഒരു വ്യാജൻ, ഈ അടുത്ത് പുറപ്പെട്ടൊരു വ്യാജൻ, അവൻ അതിന് അർത്ഥം വെച്ചു അല്ലാഹു തആല ആദം നബിയെ പഠിച്ചു അലാ സൂറത്തിഹി. ആദം നബിയുടെ രൂപത്തിൽ പഠിച്ചു എന്നതിന് പകരം അള്ളാഹുവിന്റെ രൂപത്തിൽ പഠിച്ചു. അള്ളാഹുവിന് 60 മുഴം നീളമാണ്. ഇങ്ങനെയാണ് ഹദീസും ഖുർആനും ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളുടെ ഈമാൻ തെറ്റിച്ചു കളയുക. അതുപോലെ അത്ഭുതം പ്രകടിപ്പിക്കുന്ന വ്യാജന്മാർ, അവര് ജനങ്ങളുടെ എത്രയോ ജനങ്ങൾ അവന്റെ കൂടെ കൂടി പിഴച്ചു പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഹാരിസ് ഇബ്നു അബ്ദുറഹ്മാന്റെ പിന്നാലെ പോയി പിഴച്ചു പോയിരുന്നു. അപ്പൊ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെ പോകേണ്ടവർ അല്ല, അതേപോലെ ദുർവ്യാഖ്യാനക്കാരുടെ പിന്നാലെ പോകേണ്ടവരും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നത് നമ്മളെ പഠിപ്പിക്കുകയും അത് ആവർത്തിച്ച് ദിനേന സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളെ ഓദിപ്പിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ശരിയായ നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണം അല്ലാഹ്. അതെന്താണ് ആ വഴി? നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. അപ്പൊ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി ഏതാണ് എന്ന് നോക്കണം. അത് നോക്കിയിട്ട് ഏതൊരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും അവസാനമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളും പഠിപ്പിച്ചു തന്ന വഴി, അതിനുശേഷം അവരെ പിന്തുടർന്ന സാലിഹീകൾ മുഴുവനും പിന്തുടർന്ന വഴി,
ആ വഴിയിൽ തന്നെ നമ്മെ നിർത്തിക്കിട്ടാനുള്ള പ്രാർത്ഥന നടത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യലാണ് ഒരു മോമിനായ മനുഷ്യന്റെ ബാധ്യത. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരിക്കലും അല്ലാഹു കോപിച്ചവരുടെ വഴിയിലോ പിഴച്ചുപോയവരുടെ വഴിയിലോ നമ്മൾ കുടുങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ ഈ കാലഘട്ടം നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങകലെ പശ്ചിമേഷ്യയിൽ യുദ്ധവും യുദ്ധഭീഷണിയും ഒക്കെ നടന്നപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇറാൻ ഒരു പക്ഷത്ത്, ആ ഇറാനിന്റെ ചില നടപടിക്രമങ്ങൾ യഹൂദികൾക്കെതിരായതുകൊണ്ട്, പലപ്പോഴും അക്രമം പ്രവർത്തിക്കുന്നവർക്ക് എതിരായതുകൊണ്ട് സാധാരണ നിലക്ക് സാധാരണക്കാരുടെ മനസ്സ് ഇറാനിന് അനുകൂലമായി ഭവിക്കാനുള്ള ഒരു ചെറിയ നിമിത്തമുണ്ട്. പക്ഷേ ആ ഇറാൻ ഭരിക്കുന്നവരും ഇറാനിലുള്ള ബഹുഭൂരിപക്ഷവും ഷിയാക്കളാണ്. അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കഠിന വിരോധികളാണ്. അവരുടെ വഴി ഒരിക്കലും ശരിയല്ല, മറിച്ച് അങ്ങേയറ്റം പിഴച്ച വഴിയാണ്. ആ വഴി നമ്മുടെ കേരളത്തിൽ തീരെ ചെലവാകാത്ത ഒരു വഴിയാണ്. കാരണം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അതുപോലെ സയ്യിദ് അലവിൽ മംറൂമി ഖദ്ദസല്ലാഹു സിർറഹു അലൈഹി തങ്ങളും ശൈഖ് ദിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അങ്ങനെ ഷിയാക്കളുടെ മാർഗം തരീഖത്തിന്റെ പേരിൽ ശൈഖ് ചമഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ നമ്മുടെ മുൻഗാമികൾ അതിശക്തമായി അതിനെ എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ ചിലർ അവരുടെ പ്രചരണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ആശയം ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചിമേഷ്യയിലെ സാഹചര്യം മുതലെടുത്ത് ആ ഇറാനിന്റെ പിൻപുറക്കാരായി ചിലരെ ഉണ്ടാക്കിക്കൊണ്ടുവരാനുള്ള ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് പല വിധത്തിലും സംശയിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോടും അതേപോലെ മുഅ്മിനീങ്ങളോടും ഞാൻ ഉണർത്തുന്നു, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി അത് മാത്രമാണ് സത്യം. അതിനപ്പുറമുള്ളതെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കുമ്പോൾ കൊല്ലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നോമ്പുകാരനായി കൊല്ലപ്പെട്ടതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി വരുമ്പോൾ സുന്നികൾ മുശ്രിക്കുകളാണെന്ന് വാദിക്കുന്ന പുത്തൻവാദികളായ ഖവാരിജികളിൽപ്പെട്ട ഒരു ഇബ്നുൽ മുൽജിം എന്ന് പറയുന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണ് എന്ന് ഇപ്പോൾ പുത്തൻവാദികൾ സുന്നികളെ കുറിച്ച് പറയുന്നത് പോലെ അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണെന്ന് വിശ്വസിക്കുന്നതിനാൽ അവൻ അലി റളിയല്ലാഹു അൻഹു തലക്ക് വെട്ടി അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. ഇങ്ങനെ ഇസ്ലാമിന്റെ പ്രമുഖരായ വലിയ വലിയ നേതാക്കൾ പലരും അവർ വെട്ടുകൊണ്ടും കുത്തുകൊണ്ടുമൊക്കെ മരണപ്പെട്ട മഹാന്മാരാണ്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ശുഹദാക്കളാണ്. അതേപോലെ വലിയ പ്രതിഫലം ലഭിക്കുന്ന വളരെയേറെ മഹത്വമുള്ള സഹാബിയാണ്, സഹാബാക്കളിൽ വലിയ പ്രമുഖനാണ് എന്നതിന്റെ പുറമെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ
മകനും കൂടിയാണ് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ രണ്ട് വ്യക്തികളിൽ ഒരാളായ സയ്യിദ്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരെല്ലാം പ്രഗത്ഭരായ സഹാബികളാണ്, വളരെ പ്രമുഖരായ മഹാന്മാരാണ്. പക്ഷേ ശിയാക്കൾ എന്ത് ചെയ്തു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് മരണപ്പെട്ട വളരെ പുണ്യമേറിയ മാസത്തിലോ ദിവസത്തിലോ, അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് മരിച്ചുപോയ മാസത്തിലോ ദിവസത്തിലോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു പോയ മാസത്തിലോ ദിവസത്തിലോ യാതൊരു ആചരണവും ദുഃഖപ്രകടനവും കാണിക്കാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മാത്രം ഒരു ദുഃഖാചരണം നടത്തി സമൂഹത്തെ വഞ്ചിച്ചു ശിയാക്കൾ. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അവരെ എല്ലാം അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരു നേതാവും ലോകത്ത് ജനിച്ചിട്ടില്ല, ജനിക്കുകയില്ല. മറ്റുള്ളവർക്കൊക്കെയുള്ള എല്ലാ ബഹുമാനവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ലഭിച്ച ബഹുമാനവും സ്ഥാനവുമാണെന്ന് നമുക്കറിയാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ റബീഉൽ അവ്വൽ 12-ന് ഒരു സ്ഥലത്തും മുസ്ലിമീങ്ങൾ ഇന്ന് വരെ ഒരു ദുഃഖാചരണം നടത്തിയിട്ടില്ല, ദുഃഖാചരണം നടത്താറില്ല. കാരണം ദുഃഖാചരണം എന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ല. അതേസമയത്ത് നബി തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷ പ്രകടനം ഉണ്ട്. രണ്ടും ഒരേ ദിനത്തിലാണ്. പക്ഷെ ഒരു ഭാഗം തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അത്തരം മുസീബത്തുകൾ ഉണ്ടായാൽ മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും എന്ത് സംഭവിച്ചാലും അത് അല്ലാഹു തആല നേരത്തെ രേഖപ്പെടുത്തിയതനുസരിച്ച് നടക്കുകയാണ്. അത് നിങ്ങളെ അറിയിക്കുന്നത് എന്തിനാണ്? ലകൈലാ തസൗ അലാ മാ ഫാതകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല. വലാ തഫറഹു ബിമാ ആതാകും. അല്ലാഹു നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാനും പാടില്ല. ഓക്കെ റബ്ബിന്റെ തീരുമാനം നേരത്തെ രേഖപ്പെടുത്തിയതനുസരിച്ച് അവൻ നടപ്പാക്കുകയാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതിനാൽ ഏത് വലിയ മുസീബത്ത് വന്നാലും ഫബശ്ശിരി സാബിരീന അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുക മുസീബത്ത് വരുമ്പോൾ. അല്ലാതെ അതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കാനും പോർത്തടിക്കാനും, അതിന്റെ പേരിൽ രക്തം ചൊരിയാനും, അതിന്റെ പേരിൽ ശരീരത്തിന് മുറിവേൽപ്പിക്കാനും, അതിന്റെ പേരിൽ വാവിട്ട് നിലവിളിക്കാനും ഒന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി നേതാക്കൾ ചില പുതിയ മതങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോ അതിന്റെ പിന്നാലെ പോയവരും ആ പോക്കിൽ വലിയ മഹാന്മാരായ പ്രഗത്ഭരായ സഹാബികളെ എന്തിനധികം പറയണം, മഹാനായ സയ്യിദ്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ മുഴുവനും കുറ്റം പറയുകയും അവരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്തവരാണ് ശിയാക്കൾ. പലർക്കും തോന്നും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരെ ബഹുമാനിക്കുകയാണ്. ഒരിക്കലും അല്ല. അലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞില്ലേ, ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഭരണമേറ്റെടുക്കുമ്പോ ഞാൻ അതിനനുകൂലമല്ലെങ്കിൽ ഞാനത് നോക്കി നിൽക്കുമോ? ഞാൻ അവരെ പിടിച്ചിറക്കൂലേ? പക്ഷേ അവർ തന്നെയാണ് ഭരിക്കേണ്ടതെന്ന അറിവും ബോധവും എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് അംഗീകരിച്ചത് എന്ന് അലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായി നമുക്ക് റിപ്പോർട്ടുകൾ കാണാം. അലി റളിയല്ലാഹു അൻഹുവിനെയും നിസ്സാരപ്പെടുത്തി ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയനാണ്,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅൽഹു ഹാദിയൻ മഹ്ദിയാ, അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരും സന്മാർഗം പ്രാപിച്ചവരുമാക്കണേ എന്ന് പടച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അങ്ങനെ സഹാബത്തിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നീങ്ങുന്ന ആ ശിയഅത്തിന്റെ മാർഗം വളരെ പിഴച്ചതാണ്. ഒരിക്കലും തന്നെ യഹൂദികളോടുള്ള വെറുപ്പിന് നമ്മൾ ആ ശിയഅകളെ അനുകൂലിക്കുന്ന ഒരു വാക്കും പറഞ്ഞു പോകരുത് എന്നും അത്തരം തെറ്റായ ആശയങ്ങളെ ഒരിക്കലും മുസ്ലിം ലോകം അംഗീകരിക്കരുതെന്നും ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം അതിന്റെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനും ഹദീസിനും എതിരായി ലോകത്ത് വന്ന ഒരു പുത്തൻ പ്രസ്ഥാനത്തെയും അംഗീകരിക്കാതെ നമ്മുടെ മുൻഗാമികളായ അയിമ്മത്ത് ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, സഹാബത്ത് പഠിപ്പിച്ചു തന്ന വഴി, ആ വഴി പിന്തുടർന്നുകൊണ്ട് ഈമാനോടുകൂടെ മരിച്ച് നമുക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിലെത്താൻ കഴിയണം. അതിന് അവിടുന്ന് മുൻപല്ലി പൊട്ടിത്തെറിച്ച് പോറ്റിയതാണ് ഈ ദീൻ. അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയതാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയതാണ് ഈ ദീനുൽ ഇസ്ലാം. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തിന്റെ സെന്റിനറിയോടനുബന്ധിച്ച് മഹാനായ സുൽത്താനുൽ മാൽ ഉസ്താദ് അവറുകൾ ഒരു ചെറിയ ഗ്രന്ഥം, അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന, നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദ്യമാകുന്ന, മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെടുന്ന ചെറിയ കിതാബ് രചിച്ച് അത് എല്ലാവരും നാട്ടുദർസ് എന്ന പേരിൽ ഓതണമെന്ന് നിർദ്ദേശിച്ചപ്പോ നമ്മുടെ നാടുകളിലൊക്കെ അത് ഓതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ തന്നെയും നിങ്ങൾക്ക് ആദ്യത്തെ പാഠത്തിൽ തന്നെ കാണാം ഇൽഅനിൽ മുശ്രിക്കീൻ. അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റം ശത്രുത വെച്ച മുശ്രിക്കീങ്ങളെ ലഅനത്ത് ചെയ്യണം, ശപിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ആവശ്യപ്പെട്ടപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞത്, എന്നെ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്നാണ്. ആ വിശാലമായ കാരുണ്യം കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി പിന്തുടർന്ന് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളൊന്നുമാകാതെ, ആരുടെയെങ്കിലും എന്തെങ്കിലും പറച്ചിലുകളിൽ പെട്ടുപോകാതെ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി പിന്തുടർന്നുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ തന്നെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ ഇവിടെ വളർത്തി ഉയർത്തി കൊണ്ടുവരണം. അതിന് നമ്മുടെ ചെറുപ്പക്കാരായ മുതഅല്ലിമീങ്ങളും വിദ്യാർത്ഥികളും അതിന് ഉതകുന്ന വിധത്തിലുള്ള പ്രാക്ടീസുകൾ, എക്സ്പീരിയൻസ് അവർക്ക് ആർജിക്കാൻ കഴിയണം. അത്തരം കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സാഹിത്യോത്സവ പരിപാടിയൊക്കെ നടക്കുന്നത്. അതിന് വേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് ചെറിയ മക്കളെ വളർത്തിയെടുക്കുന്നതിന് സഹായിച്ചവരും പ്രവർത്തിച്ചവരുമാണ് എന്നതുകൊണ്ട് അവർ വലിയ പ്രതിഫലത്തിന് അർഹരാണ്. അള്ളാഹു ഈ പരിപാടിക്ക് സഹായിച്ച, ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറന്നു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ വിദേശത്തും നാട്ടിലുമുള്ള മുഴുവൻ പ്രവർത്തകർക്കും അനുയായികൾ, അതേപോലെ നമ്മുടെ സെന്റിനറിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും പെട്ടിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നല്ല ബറക്കത്തുള്ള ഒരു പദ്യം ആ പെട്ടിയുടെ മേലെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. തസത്തർ ബിൽ ബിസ്സഖാഇ ഫകുല്ലു ഐബി യുഗ്തീഹി കമാ ഖീല സഖാഉ എന്ന ആ പദ്യം ധർമ്മം ചെയ്യുക
ഏത് ന്യൂനതകളെയും മറച്ചു വെക്കുന്ന അഥവാ പൊറുപ്പിച്ചു കളയുന്ന, തെറ്റുകളെ പൊറുപ്പിക്കുന്ന കാര്യമാണ് ധർമ്മം എന്ന് പറയുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ വരികൾ എഴുതി ചേർത്ത ആ പെട്ടി എല്ലാ വീടുകളിലും എത്തിച്ച് സെന്റിനറി നിധി സമാഹരിക്കുന്നതിൽ നമ്മുടെ പ്രവർത്തകരും എല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സെന്റിനറിയുടെ പരിപാടികൾ ഓരോന്നോരോന്നായി നടക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് അതിന്റെ സമാപനം വരുന്ന 27 ജനുവരി 28, 29, 30, 31 തീയതികളിൽ മലപ്പുറത്ത് നടന്ന് സമാപിക്കുന്നത് വരെ അതിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ശേഷവും അല്ലാഹുവിന്റെ സഹായം അവൻ ചൊരിച്ചു തരുമാറാകട്ടെ. അതിന്റെ ആ സെന്റിനറി നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.